ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്ന കെ.എ. ബാഹുലയൻ CPIM-ലേക്ക് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം OBC മോർച്ചയുടെ മാത്രം പരിപാടിയാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ബാഹുലയൻ ബി.ജെ.പി. വിട്ടത്. ഇന്ന് വൈകിട്ട് ബാഹുലയൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണും. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, ഈ വരവിന്റെ വഴി ഏതാണ്? നിഷാദ്, കഴിഞ്ഞ ദിവസം അതായത് ചതയം ദിനത്തിൽ ഗുരുനാരായണന്റെ ജയന്തി ദിനാഘോഷം OBC മോർച്ചയെ മാത്രം ഏർപ്പാടാക്കി അവരെ നിയോഗിച്ചു എന്ന പരാതി നേരത്തെ തന്നെ BJP-യിൽ ഉയർന്നിരുന്നു. ഗുരുവിനെ ഒരു വിഭാഗത്തിന്റെ മാത്രം ആളായി മാറ്റാനുള്ള നീക്കമാണ് അതിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളതായിരുന്നു പ്രധാനമായും ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കെ.എ. ബാഹുലയൻ BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയാണ്, ദേശീയ സമിതി അംഗം കൂടിയാണ് അന്ന് കെ.എ. ബാഹുലയൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ SNDP യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. ഇതിൽ പ്രതിഷേധിച്ചാണ് അന്ന് BJP വിട്ടത്. അതിനുശേഷം മറ്റൊരു പാർട്ടിയിലും ചേർന്നിരുന്നില്ല. പക്ഷേ ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും കണ്ട ശേഷം വൈകിട്ട് MV ഗോവിന്ദനെ കണ്ട് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തന്റെ താല്പര്യം അറിയിക്കും എന്നാണ് കെ.എ. ബാഹുലയൻ വ്യക്തമാക്കുന്നത്. ഗുരുവിന്റെ ആശയങ്ങളുമായി ചേർന്ന് പോകുന്ന പ്രസ്ഥാനം അത് CPM ആണ് എന്നുള്ളത് കൊണ്ടാണ് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെന്നും ബാഹുലയൻ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ ഈഴവ വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ഈഴവ വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയായിരുന്നു കെ.എ. ബാഹുലയൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട BJP-യുടെ പുതിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് BJP വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും MV ഗോവിന്ദനെ കണ്ട ശേഷം ഒരുപക്ഷെ കെ.എ. ബാഹുലയൻ മാധ്യമങ്ങളോട് ഇക്കാര്യം പരസ്യമായി തന്നെ വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിന് പകരം ഈഴവ വിഭാഗങ്ങളോടൊക്കെ അടുപ്പം കാണിക്കുന്ന പാർട്ടി CPM ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നതാണ്. BJP ഇക്കാര്യത്തിൽ തിരിച്ചടി നേരിടാൻ പോകുന്നത്. BJP ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളെയും ഒപ്പം തന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട സവർണരെയും മാത്രം, അവരുടെ താല്പര്യം മാത്രം ഇപ്പോൾ പരസ്യമായി അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ആക്ഷേപം, എന്നുള്ള പരാതിയൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഈഴവ നേതാവ് BJP വിടുകയും ഒപ്പം തന്നെ CPM-നോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ.